ഈശംശിയായിരിക്കെ സ്തുതിയായിരിക്കട്ടെ. ഈശോ നമ്മളെല്ലാവരെയും സമ്മർദ്ദമായി അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഉൽപ്പത്തി പുസ്തകത്തിലെ 22-ാം അധ്യായത്തിലെ 18-ാം തിരുവചനം വായിക്കാം. നീ എൻ്റെ വാക്ക് അനുസരിച്ചത് കൊണ്ട് നിന്റെ സന്തതികളിലൂടെ ലോകത്തിലെ ജനതകളെല്ലാം അനുഗ്രഹിക്കപ്പെടും. നീ എൻ്റെ വാക്ക് അനുസരിച്ചത് കൊണ്ട് നിന്റെ സന്തതിയിലൂടെ ലോകത്തിലെ ജനതകളെല്ലാം അനുഗ്രഹിക്കപ്പെടും. അപ്പം അതിൻ്റെ എതിർവശന നീ അനുസരിച്ചില്ലെങ്കിൽ അനുഗ്രഹിക്കപ്പെടും അല്ലേ. പാപത്തിന് അതീതമായി തീർന്ന മനുഷ്യവർഗത്തിന് ദൈവം നൽകാൻ പോകുന്ന രക്ഷയെക്കുറിച്ചുള്ള പ്രധാനമായ ഒരു വാഗ്ദാനമാണിത് നമ്മൾ വായിച്ചു കേട്ടത്. അബ്രാഹത്തിന് നൽകിയ ആദ്യ വാഗ്ദാനം ഇവിടെ അല്പം കൂടി വ്യക്തമാക്കുന്നുണ്ട്. നിന്നിലൂടെ ഭൂമുഖത്തെ വംശങ്ങളെല്ലാം അനുഗ്രഹീതമാകും. നിന്നിലൂടെ, കാരണം യു ആർ ദി സെലക്ടഡ് പേഴ്സൺ. നിന്നിലൂടെ ഭൂമുഖത്തെ വംശങ്ങളെല്ലാം അനുഗ്രഹീതമാകും എന്ന വാഗ്ദാനം ഇവിടെ അബ്രാഹത്തിന്റെ സന്തതിയിൽ കേന്ദ്രീകരിക്കുന്നു. സന്തതി എന്ന് വിവർത്തനം ചെയ്ത് വിതയ്ക്കുക, വിതറുക എന്നർത്ഥമുള്ള കാര്യങ്ങളും അവിടെ വരുന്നുണ്ട്. അത് ക്രിയയുമായി ബന്ധപ്പെട്ട സെറ എന്ന വാക്കാണ് അവിടെ കടന്നു വരുന്നത്. വിത്ത് എന്നാണ് അതിന് അർത്ഥം വരുന്നത്. ഇംഗ്ലീഷിൽ സീഡ് എന്ന് വിവർത്തനം ചെയ്യപ്പെടുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകത്തിലെ 3-ാം 15-ാം ഇതിന് തുല്യമായ വചനങ്ങൾ നമുക്ക് വായിക്കാൻ സാധിക്കും. ആദ്യ വാഗ്ദാനത്തിന് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് തന്നെയാണ് ഇതിനെ സന്തതി എന്ന് സാധാരണ വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുള്ളത്. അബ്രാഹത്തിൽ നിന്ന് സന്തതിയിലേക്ക് വാഗ്ദാനം കേന്ദ്രീകരിക്കുന്നു എന്നുള്ളതാണ് സത്യം. ഈ വാഗ്ദാനം ലഭിക്കുന്നതിന് മുൻപേ അതികഠിനമായ പരീക്ഷണങ്ങളിലൂടെ അബ്രാഹത്തിന് കടന്നു പോകേണ്ടിയിരുന്നു. എല്ലാം ഉപേക്ഷിച്ച് അജ്ഞാതമായ വൃക്ഷത്തിലേക്ക് അപരിചിതമായ വഴികളിലൂടെ അബ്രാഹത്തിന് പോകേണ്ടിയിരുന്നു. അപകടങ്ങളുടെ നടുവിലൂടെയുള്ള യാത്ര, വന്ധ്യയും മൃദുവുമായ ഭാര്യയിൽ നിന്ന് അവസാനം ലഭിച്ച തൻ്റെ എല്ലാ പ്രതീക്ഷകളും കേന്ദ്രീകരിച്ചിരുന്ന വാഗ്ദാനത്തിൻ്റെ പുത്രനെ ദഹനബലിയായി അർപ്പിക്കാനുള്ള ദൈവകൽപ്പന, നീ സ്നേഹിക്കുന്ന നിൻ്റെ ഏകമകൻ ഇസ്ഹാക്കിനെ ഞാൻ കാണിച്ചു തരുന്ന മലമുകളിൽ ഒരു ദഹനബലിയായി എനിക്ക് അർപ്പിക്കണം. ഉൽപ്പത്തിയിലെ 22:2 പറഞ്ഞ വചനമാണ്. അതായിരുന്നു അവസാനത്തെ പരീക്ഷണ ആർക്കുള്ളത്? അബ്രാഹത്തിനുള്ളത്. പരീക്ഷണങ്ങൾ അതിന് കഠിനമായിരുന്നെങ്കിലും അബ്രാഹം പതറിയില്ല. തന്നെ വിളിച്ചവൻ വിശ്വസ്തനാണെന്ന് അബ്രാഹത്തിന് ശക്തിപൂർവ്വം അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് വിശ്വസിച്ചിരുന്നു. വാക്ക് പാലിക്കും, വാഗ്ദാനങ്ങൾ നിറവേറ്റുമെന്ന് അബ്രാഹം ഉറച്ചു വിശ്വസിച്ചു. അതുകൊണ്ടാണ് ഇന്നും വിശ്വാസികളുടെ പിതാവായിട്ട് അബ്രാഹത്തിനെ നമ്മൾ കരുതപ്പെടുന്നത്. മകനെയും കൂട്ടി മല കയറി ബലിപീഠമൊരുക്കി മകനെ ബന്ധിച്ച് വിറകിന് മീതെ കിടത്തി കഴുത്തറയ്ക്കാൻ കത്തി ഉയർത്തി അവസാന നിമിഷത്തിലാണ് ദൈവത്തിൻ്റെ ശബ്ദം വീണ്ടും കാതിൽ പതിച്ചത്. അവനെ ഒന്നും ചെയ്യരുത്, നീ ദൈവത്തെ ഭയപ്പെടുന്നു എന്ന് എനിക്കിപ്പോൾ ഉറപ്പായി. കാരണം നിന്റെ ഏകപുത്രനെ പോലും എനിക്ക് തരാൻ നീ മടിച്ചില്ല. ഉൽപ്പത്തി 22:11-12 പറയുന്നുണ്ട് അതിനെ കുറിച്ചിട്ട്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിത ക്ലേശങ്ങളിലും കഷ്ടങ്ങളിലും വേദനകളിലും ആ വേദനകളിലും ദൈവ പരീക്ഷണമാണെങ്കിൽ, ആ പരീക്ഷണത്തിൽ പൂർണ്ണമായി വിധേയത നമ്മൾ കാണിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നാളെ ദൈവം അതിന് പ്രതിഫലം തരും. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് പ്രവൃത്തിയുടെ, നമ്മൾ കർത്താവെ നിന്നെ സ്നേഹിക്കുന്നു 10 പ്രാവശ്യം പറയുകയും സ്നേഹത്തിൻ്റെതല്ലാത്ത പ്രവൃത്തികൾ ചെയ്യുമ്പോൾ, ഇന്ന് ലോകത്ത് വഞ്ചനയുടെ ലോകമാണ്. ഏത് സംസ്ഥാനം എടുത്താലും, കേരളം എടുത്താലും, ലോകരാജ്യങ്ങൾ മുഴുവൻ എടുത്താലും ഇവർക്കൊക്കെ എന്താണ് ഈ ലോകം ഇവിടുന്ന് വിട്ടുപോകില്ല എന്നുള്ള ധാരണ എവിടുന്നാണ് കിട്ടുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നമ്മളിവിടുന്ന് വിട്ടു പോകേണ്ടവരാണ്.
ഒരു ചെറിയൊരു താൽക്കാലികമായിട്ടുള്ള ഒരു ജീവിതമാണ് നമ്മുടെ ഇവിടെ. അപ്പോൾ ആ ജീവിതത്തിലേക്ക് വേദനകളും പ്രശ്നങ്ങളും വിഷമങ്ങളും നമുക്ക് ദൈവം നിനക്ക് തരുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, ദൈവ പരീക്ഷണങ്ങളിൽ കൂടി നീ കടന്നു പോകേണ്ടിയിരിക്കുന്നു. നമുക്കറിയാം, സ്വർണം അത്രമാത്രം ശുദ്ധീകരണ പ്രക്രിയയിലൂടെ കടന്നുപോയാൽ മാത്രമാണ് അതിൻ്റെ വീര്യം അല്ലെങ്കിൽ അതിൻ്റെ ആ ഐശ്വര്യം വർദ്ധിച്ചു കൊണ്ടിരിക്കുകയുള്ളൂ. അത്രമാത്രം തീയിലിട്ട് എരിഞ്ഞ് വേദനകളിലൂടെ കടന്നു പോകുന്ന ഒരുപാട് ജനങ്ങൾ, ഒരുപാട് വ്യക്തികൾ, ഒരുപാട് കുടുംബങ്ങൾ നമ്മുടെ ഇടയിൽ തന്നെയുണ്ട്. അപ്പോൾ സർവജ്ഞനായ ദൈവത്തിന് അറിയില്ലായിരുന്നോ അബ്രാഹത്തിന് വിശ്വാസവും അനുസരണയും ഇങ്ങനെയൊരു പരീക്ഷണം ദൈവത്തിന് ആവശ്യമായിരുന്നു എന്ന ചോദ്യം തികച്ചും പ്രസക്തമാണ്. അത് മനസ്സിലാക്കുക. സംശയമില്ല, ദൈവത്തിന് അറിയാം. എന്നാൽ തൻ്റെ വിശ്വാസത്തിൻ്റെ ശക്തിയും അനുസരണക്കേടിൻ്റെ ആഴവും തിരിച്ചറിയാനും പ്രകടമാക്കാനും ദൈവം നൽകിയ ഒരു അവസരമായിരുന്നു അത്. ഇപ്പം നമുക്കറിയാം, ദൈവത്തിന് ഓരോ വ്യക്തിയെക്കുറിച്ച് അവൻ ഏതെല്ലാം സമയത്ത് എങ്ങനെ പ്രവർത്തിക്കുന്നെല്ലാം അറിയാം. എങ്കിലും മനുഷ്യന് തന്നെ പല കാര്യങ്ങളും ബോധ്യപ്പെടുത്താനായിട്ട് ദൈവം പല അവസരങ്ങളും തന്നുകൊണ്ടിരിക്കും. അതെല്ലാം വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. ഇതെല്ലാം നമ്മൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ ഈ വചനം നിങ്ങളുടെയും എൻ്റെയൊക്കെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ദൈവം നൽകിയ ഒരു അവസരമായിരുന്നു അത്. എന്തും കൊടുക്കാൻ എല്ലാം നഷ്ടപ്പെടുന്നു എന്ന് തോന്നുമ്പോഴും പ്രത്യാശ കൈവിടാതെ പിടിച്ചു നിൽക്കാൻ, അതുവഴി തൻ്റെ അനുസരണക്കേടും വിശ്വസ്തതയും അനുസരണയും ഏറ്റുപറയാൻ ദൈവം നൽകിയ ഒരു അവസരം തന്നെ. ഏവർക്കും അനുകരിക്കാൻ സാധിക്കുന്ന ഉത്തമമായ മാതൃക. എന്നാൽ അതുമാത്രമല്ല, ഈ സംഭവം അതിൻ്റെ സമാപനമായി നിൽക്കുന്ന വാഗ്ദാനം വഴി ദൈവം നൽകുന്ന സന്ദേശം. അബ്രാഹത്തോട് ദൈവം ആവശ്യപ്പെട്ട ബലി വരാനിരുന്ന മഹാബലിയുടെ പ്രതീകമാണ്. താൻ സ്നേഹിക്കുന്ന തൻ്റെ ഏകജാതനായ ഇസ്ഹാക്കിനെ അബ്രാഹാം ബലി കഴിക്കാൻ ഒരുങ്ങിയെങ്കിലും ഉയർത്തിയ കത്തിയിൽ ചോര പുരളാൻ ദൈവൻ അനുവദിച്ചില്ല. അവസാന നിമിഷം കൽപ്പന വന്നു ദൈവത്തിൽ നിന്ന്, അരുത്, കുട്ടിയുടെ മേൽ കൈ വെക്കരുത്, പകരം ബലി കഴിക്കാൻ ഒരു ആട്ടിൻകുട്ടിയെ ദൈവം തന്നെ നൽകി. എന്നാൽ പകരം മറ്റൊന്നില്ലാതെ ഏകജാതനെ നൽകിയ ദൈവത്തിൻ്റെ തന്നെ ചിത്രം അബ്രാഹത്തിൻ്റെ ബലിയുടെ പിന്നിൽ മിന്നിമറയുന്നു. ക്രിസ്തുവിനെ കുറിച്ചാണ് ഇവിടെ ഉദ്ദേശിച്ചത്. അവനിൽ വിശ്വസിക്കുന്ന ആരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ഈ സ്നേഹം എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ അത് ഡിഫൈൻ ചെയ്തു വരുമ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ ദൈവിക സ്നേഹം, ഒരു വ്യക്തിക്ക് മനുഷ്യ സമൂഹത്തോടുള്ള സ്നേഹം, ഇതെല്ലാം അവരുടെ പ്രവർത്തന മണ്ഡലങ്ങളിൽ നിന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അവരുടെ പ്രസംഗങ്ങളിൽ നിന്ന് മനസ്സിലാക്കണമെന്നില്ല. കാരണം ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അവനിൽ വിശ്വസിക്കുന്ന ആരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. യോഹന്നാന്റെ ലേഖനത്തിലെ 3:16 തിരുവചനം. ബലി അർപ്പണത്തിൻ്റെ അർത്ഥവും യഥാർത്ഥ ലക്ഷ്യവും സ്വഭാവവും ഇവിടെ വ്യക്തമാക്കുന്നു. രക്തം കിട്ടാതെ ക്ഷമിക്കില്ലെന്ന് വാശി പിടിച്ചിരിക്കുന്ന ഭീകര ന്യായാധിപനല്ല ദൈവം. അനന്തമായ സ്നേഹത്തിൻ്റെ പരമമായ പ്രകടനമാണ് ബലിയർപ്പണം. അത് പാപത്തിനുള്ള ശിക്ഷ എന്നതിനേക്കാൾ സ്നേഹത്തിൻ്റെ ദൃശ്യമായ ഒരു അടയാളമാണ്, ഒരു ത്യാഗമാണ്. സ്നേഹത്തിൻ്റെ അളവുകോൽ ഇവിടെ ബലിയർപ്പണവും മരണവും സമ്പൂർണ്ണ ദാനത്തിൻ്റെ സമർപ്പണമായി അടയാളമായി മാറുന്നു. അതാണ് തൻ്റെ ഏകജാതൻ്റെ മരണത്തിലൂടെ ദൈവം വെളിപ്പെടുത്തിയത്. അതിൻ്റെ ഒരു മുന്നേടിയും പ്രതീകവുമായിരുന്നു അബ്രാഹത്തോട് ദൈവം ആവശ്യപ്പെട്ട ബലിയർപ്പണം. പ്രിയമുള്ളവരെ, ലോക ജനതകൾക്ക് മുഴുവൻ അനുഗ്രഹത്തിൻ്റെ ഉറവിടമാകുന്ന അബ്രാഹത്തിൻ്റെ സന്തതി വരാനിരിക്കുന്ന രക്ഷകനാണ്.
സന്തതി എന്ന വാക്ക് ഏകവചനമാണെന്ന് എടുത്തു പറഞ്ഞ് അതിൻ്റെ അർത്ഥവും സൂചനയും വിശുദ്ധ പൗലോസ് ഗലാത്യർക്ക് എഴുതിയ ലേഖനത്തിൽ വ്യക്തമാകുന്നുണ്ട്. സന്തതികൾ എന്നല്ല പറഞ്ഞ്, സന്തതി തന്നെ പറഞ്ഞ്. അപ്പോൾ വാഗ്ദാനം ലഭിച്ചത് അബ്രാഹത്തിനും അവൻ്റെ സന്തതിക്കുമാണ്. പലരും ഉദ്ദേശിച്ച സന്തതികൾക്ക് എന്നതിൽ പറഞ്ഞിട്ടില്ല. പ്രത്യുത ഒരുവനെ ഉദ്ദേശിച്ച് സന്തതി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് ക്രിസ്തുവാണ്. ഗലാത്യരുടെ ലേഖനത്തിൽ 3-ാം അധ്യായത്തിൽ 16-ാം തിരുവചനത്തിൽ വിശുദ്ധ പൗലോസ് ലേഖ അത് വ്യക്തമായിട്ട് അതിനെക്കുറിച്ച് ഡിഫൈൻ ചെയ്യുന്നുണ്ട്. ഒരു വലിയ ബലിയർപ്പണത്തിലൂടെ ആയിരിക്കും മനുഷ്യരക്ഷ യഥാർത്ഥമാകുക. ബലി അർപ്പിക്കപ്പെടുന്നത് അബ്രാഹത്തിൻ്റെ സന്തതിയായി ജനിക്കുന്ന ദൈവത്തിൻ്റെ ഏകജാതനായിരിക്കും. ദൈവസ്നേഹത്തിൻ്റെ ആഴവും വ്യാപ്തിയും പ്രകടമാക്കുന്നതായിരിക്കും ആ ബലിയർപ്പണം. മനുഷ്യൻ ദൈവത്തിന് നൽകുന്ന കാഴ്ച അർപ്പണം എന്നതിനേക്കാൾ ദൈവം മനുഷ്യന് നൽകുന്ന ഏറ്റവും മഹത്തമായ സമ്മാനമാണ് ഈ ബലി. അതുവഴി ആയിരിക്കും ലോക ജനതകൾക്ക് മുഴുവൻ ദൈവത്തിൻ്റെ അനുഗ്രഹം, ദൈവിക ജീവൻ്റെ ഭാഗഭാഗിത്വം ലഭിച്ചത്. ദൈവം നൽകിയ ഈ ദാനം അനുസ്മരിക്കുന്നതിനും അത് സ്വീകരിക്കാൻ ഒരുങ്ങുന്നതിനും വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നതാണ് നമ്മുടെ എല്ലാം ഈ ജീവിതത്തിൻ്റെ കാലഘട്ടം. പ്രിയമുള്ളവരെ, നമ്മളെ തന്നെ തിരിച്ചറിയണം. നീ എൻ്റെ വാക്കനുസരിച്ചത് കൊണ്ട് നിന്റെ സന്തതിയിലൂടെ ലോകത്തിലെ ജനതകളെല്ലാം അനുഗ്രഹിക്കപ്പെടും. ആരോട് പറഞ്ഞതാ? അബ്രാഹത്തിനോട് പറഞ്ഞതാണ്. ഒരു നീതിമാനെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലേ, വചനത്തിലുള്ള ഒരു നീതിമാനം ഉണ്ടെങ്കിൽ ഞാനിത് നശിപ്പിക്കില്ല. അങ്ങനെ പല ചോദിച്ച് അവൻ ഒരു നീതിമാനെങ്കിലും ഉണ്ടെങ്കിൽ. കാരണം അബ്രാഹത്തിന് നീതിമാനെ ദൈവം പരിഗണിച്ചിരുന്നു. വിശ്വാസത്തിൻ്റെ ദൈവത്തിന് അറിയാമായിരുന്നെങ്കിലും, അബ്രാഹം ഇന്ന ആളാണെന്ന് ദൈവത്തിന് അറിയാമെങ്കിലും, അബ്രാഹത്തിൻ്റെ ആ വിശ്വാസത്തിൻ്റെ അളവ് പോലെ അബ്രാഹത്തെ തന്നെ ബോധ്യപ്പെടുത്താൻ വേണ്ടി തന്നെയാണ് ദൈവം ബലിയർപ്പണത്തിന് വേണ്ടിയിട്ട് മലയിലേക്ക് ഇസ്ഹാക്കിനെയും കൊണ്ട് പിടിപ്പിച്ചതും ബലിയർപ്പിക്കാൻ ആവശ്യപ്പെട്ടതും. അതിൽ നിന്ന് പ്രവൃത്തിയിലൂടെ ദൈവത്തിന് മനസ്സിലായി നമുക്കിനി ഒരു പരീക്ഷണത്തിൻ്റെയും ആവശ്യമില്ല. സ്വന്തം മകനെ പോലും ദൈവത്തിന് വേണ്ടി ബലിയർപ്പിക്കാൻ ആവശ്യപ്പെടുമ്പോൾ അതിന് ഒരു എന്താ പറയുക, ഒന്നും തന്നെ പറയാതെ സമ്പൂർണ്ണമായി ദൈവത്തിന് സമർപ്പിച്ചു കൊടുക്കുന്നവൻ്റെ ജീവിതത്തിൻ്റെ അവസ്ഥയാണ് പറഞ്ഞത്. നിങ്ങൾക്കറിയാം, പിന്നെ അബ്രാഹത്തിൻ്റെ ജീവിതം എങ്ങനെയായിരുന്നു, സാറയിലൂടെ മകന് ലഭിക്കുന്നതും. അപ്പം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. സാറ് ഓടിപ്പോകുന്നതും, അവിടെ പിന്നെ സാറയ്ക്ക് മകൻ ജനിക്കുന്നതും, അവൻ്റെ ആ ഒരു കാലഘട്ടം ഉൽപ്പത്തി പുസ്തകത്തിൽ സാറയുടെ ബാലികാർ ഓടി പോകുന്നതും സാറയെ അനുഗ്രഹിക്കുന്നതും, അങ്ങനെ ഒരുപാട് സംഭവ പരമ്പരയാണ്. അപ്പോൾ ഇതിൻ്റെ ആദ്യത്തെ അവസ്ഥ എന്താണ്, എങ്ങനെയാണ് സംഭവിക്കുന്നത്? ദൈവത്തിന് ആദ്യമേ തന്നെ അറിയായിരുന്നു അബ്രാഹം വിശ്വാസിയാണെന്ന്, അല്ലെങ്കിൽ ആ വിശ്വാസത്തിനെ പൂർണ്ണമായിട്ട് ദൈവകൽപ്പനകൾ പാലിച്ചുകൊണ്ട് ജീവിക്കുന്ന വ്യക്തിയാണെന്നുള്ളത് നമുക്കറിയാം. അങ്ങനെ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമ്മൾ പൂർണ്ണമായിട്ട് നമ്മൾ കർത്താവിന് വിട്ടുകൊടുക്കുക. ദൈവമേ, ഞങ്ങൾ അങ്ങയുടെ വചനങ്ങളിൽ വിശ്വസിക്കുന്നു. കർത്താവേ, ഞങ്ങളും ഞങ്ങളുടെ പൂർവ്വപിതാവായ അബ്രാഹത്തിൻ്റെ ആ വിശ്വാസത്തിലെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കാൻ ഒതുങ്ങുന്ന വരങ്ങൾ ഞങ്ങൾക്കും നൽകണമേ. കർത്താവേ, ഞങ്ങൾ പലപ്പോഴും പരീക്ഷിക്കപ്പെടുന്നു, ഞങ്ങൾ തോറ്റുപോകുന്നു. കർത്താവേ, നിൻ്റെ വലിയ കൃപകളാൽ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. ഈ വചനം കേൾക്കുന്ന എല്ലാ മക്കളെയും വിശുദ്ധിയിലൂടെ അവരനുഗ്രഹിക്കണമേ. നല്ല നാളേക്ക് ഭൗതികമായും ആത്മീയമായും അവരെ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ.